എന്ന്. കാരണം ഇറാനിലെ ജനങ്ങൾക്ക് വരെ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ലോകം മുഴുവൻ സമാധാനം ആഗ്രഹിക്കുമ്പോൾ ചെറിയ ന്യൂനപക്ഷമാണ് ഈ ഭീകരവാദത്തിന് പിന്തുണയായിട്ട് നിൽക്കുന്നത്. ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അവരൊക്കെ സാമ്പത്തിക പുരോഗതി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭീകരവാദം ചിന്തിക്കുന്ന വളരെ കുറവ് ആളുകളുള്ളൂ. അവരെ ഒറ്റപ്പെടുത്തി അവരെ ഇല്ലായ്മ ചെയ്യുക, അതല്ലെങ്കിൽ അവരെ അവഗണിക്കുക, അങ്ങനെ മുന്നോട്ട് പോയിട്ട് ശാന്തി സമാധാനം ഉണ്ടാവുള്ളൂ. അവരെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം അറിയാനായിട്ടാ. ഇപ്പൊ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ വന്നിരിക്കുകയാണല്ലോ. ഇപ്പൊ ഓരോ വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പോ അവിടെ കുറെ പത്രങ്ങളുണ്ട്, എല്ലാത്തരം പത്രങ്ങളുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് ഹമാസ് വിജയിച്ചു, ഇസ്രായേല് പരാജയപ്പെട്ടു എന്നൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോ സത്യത്തിൽ എന്താണ്, ഹമാസ് ആണോ വിജയിച്ചത്, ഇസ്രായേലാണോ വിജയിച്ചത്? സത്യത്തില് വിജയിച്ചത് ഹമാസാണ്. കാരണം ഹമാസ് ഇസ്രായേലിലേക്ക് മറ്റേ ഒക്ടോബർ 7 അവിടേക്ക് കടന്നു ചെന്ന് 251 ആളെ ബന്ദികളാക്കി കൊണ്ടുപോകുന്നതിന്റെ ബേസിൽ തുടർന്നുണ്ടായ യുദ്ധം ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ ഒരു 46,000-ലധികം ആളുകൾ ഈ ഗസയിൽ കൊല്ലപ്പെട്ടു. 1,10,000-ലധികം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയ, യഹിയ സിൽവർ മുതലായ വൻ നേതാക്കൾ മുഴുവനും കൊല്ലപ്പെട്ടു. മാത്രമല്ല ഹമാസിന് പിന്തുണയായിട്ട് നിന്നിരുന്ന ഹിസ്ബുള്ള നിശേഷം തകർന്ന് തരിപ്പണമായി. പിന്നെ ഹമാസിനെ പിന്തുണച്ചിരുന്ന ഇറാൻ 100% നിലം പരിച്ചായ അവസ്ഥയിലെത്തി. ഹൂതികളുടെ കാര്യം കട്ടപ്പോയി. പിന്നെ സിറിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണത്തെ തന്നെ അട്ടിമറിക്കപ്പെട്ടു. ഗാസയിലാണെങ്കിൽ ഇസ്രായേലിന്റെ കയ്യിലാണ്. സത്യത്തിൽ ബന്ദികളെ കുറച്ച് ബന്ദികളെ മോചിപ്പിച്ചതിന് പകരം 200-300 ഒരു 2,000-3,000 പാലസ്തീൻകാരെ അവർ വിട്ടാലും ഒരു 40,000 ആള് കൊല്ലപ്പെടുകയും എന്ന് പറയുന്ന 46,000 ആള് ഇപ്പൊ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്നത്തെ മനോരമ പത്രത്തിൽ കണ്ടത്. 1,10,000 ആൾക്ക് പരിക്കു. ഇതൊക്കെയും ഇത്രയും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുമ്പോഴും ഈ 33 ബന്ദികളെ വിടുമ്പോൾ 2,000-3,000 പാലസ്തീൻകാരെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് വലിയ കാര്യം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹമാസിന്റെ വിജയം എന്ന് പറയാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് തോന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് വളരെ ആധിപത്യം കിട്ടിയെന്നാണ്. ലോകത്തിന്റെ മുന്നിൽ ഇസ്രായേലിന് ആധിപത്യം കിട്ടുകയുണ്ടായി എന്നുള്ള പോലെയാണ് തോന്നുന്നത്. കാരണം ഗസയിൽ ഹമാസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഹമാസിന് അവിടെ നിലം തൊടാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. മാത്രമല്ല ആഗോള വ്യാപകമായി ഈ തീവ്രവാദ സംഘടനകൾ എന്താണെന്നും അവരുടെ പ്രവർത്തനം എന്താണെന്നും ലോകത്തിന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തിയിരുന്നു. കാരണം ഹമാസ് ഇത്രയും വലിയ ഭീകരരാണെന്നുള്ള വിവരം ലോകത്തിന് അറിയാൻ പറ്റിയിരുന്നില്ല. അതും എന്നിട്ടാണ് എഴുതണ ഇസ്രായേലിനെ ചുരുത്തി എന്ന് ഗമനായി. എന്താ അഭിപ്രായം? ഏത് ഇസ്രായേലിനെ എഴുതിയില്ലൊന്നും വായിച്ചത്? ഇസ്രായേലിനെ ചുരുത്തി എന്ന് ഗമനായി. ഗസ വെടിനിർത്തലിനെ ഇസ്രായേലി സേനയുടെ പരാജയമെന്ന് വിശേഷിപ്പിച്ച് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായി പലസ്തീന്റെ ചെറുത്തുനിൽപ്പിനും ഇറാന്റെ പിന്തുണയുമുള്ള ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടും ഇസ്രായേലിനെ തുരത്തുന്നതിൽ വിജയിച്ചതായി ഖമനായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പലസ്തീൻ പ്രതിരോധത്തിന്റെ വിജയമാണ് വെടിനിർത്തലെന്ന് ഇറാനിലെ വിപ്ലവ ഗാർഡ് പ്രതികരിച്ചു. പലസ്തീന്റെ വിജയവും ഇസ്രായേലിന്റെ പരാജയമാണിതെന്ന് കൂട്ടിച്ചേർത്തു. എന്തൊരു സംഭവിച്ചു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ ഗൾഫ് മേഖലയില് വളരെ ശാന്തി സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഈ അവിടുത്തെ സമാധാനം കളയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ ഇറാന്റെ പിന്തുണയിലാണ് ഈ ഹമാസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യ, UAE, ബഹ്റിൻ എന്നീ രാജ്യങ്ങളൊക്കെ ആയിട്ട് ഇസ്രായേലിൽ നല്ല സൗഹൃദം ഒക്കെ ബന്ധം, അവിടെ നല്ല സമാധാന അന്തരീക്ഷത്തിൽ പോയിരുന്നു. അപ്പോ ഈ സമാധാനം തകർക്കാൻ വേണ്ടി ശ്രമിച്ച രാജ്യമാണ് ഇറാൻ. അവരാണ് ഹമാസിന്റെ പിന്നിൽ. അപ്പൊ ഈ ഹമാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് ഈ ഇന്നത്തെ ഈ മനോരമ പത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരസ്യമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കാത്തൊരു പത്രമാണ്. പക്ഷെ അവരും യുദ്ധത്തിന്റെ നാൾ വഴി എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുള്ളതിൽ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് മിന്നൽ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെട്ടു, 1100 പേർക്ക് പരിക്കേറ്റു, 250 പേരെ ഹമാസ് ബന്ദികളാക്കി. വിഷയം മനസ്സിലായില്ലേ? അപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ജനാധിപത്യ രാജ്യത്തിലേക്ക് കടന്നു കയറി അവിടെ 1200 ആളെ കൊല്ലുകയും 1200 ആൾക്ക് പരിക്കേൽക്കുകയും 250 ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു ഹമാസിന്റെ ആളുകൾ. അതിനെ തുടർന്നാണ് യുദ്ധം ഉണ്ടായത്. ഈ ബന്ദികളാക്കിയ ആളുകളെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ തന്നെ യുദ്ധത്തിന്റെ ഇത്രയും കാലം നീളിലായിരുന്നു. അപ്പോൾ ഈ വിഷയത്തെ ചൊല്ലിയാണ് യുദ്ധം ഉണ്ടായത്. സമാധാന അന്തരീക്ഷം തകർത്തത് ശരിക്കും ഹമാസിന്റെ ആക്രമണമാണെന്ന്. ഈ വിവരം നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭൂരിഭാഗം, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും, ഈ വിഷയത്തിൽ ഹമാസിനെ പോരാളികളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഹമാസിന്റെ കൂടിയായിരുന്നു. കാരണം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. ഇന്ത്യയുടെ സർക്കാർ ശക്തമായ നിലപാടെടുത്ത് തീവ്രവാദ എന്താ പറയുക, ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച് തെറ്റാന്ന് പറഞ്ഞൊരു നിലപാടെടുക്കുന്നു കേന്ദ്രത്തിലെ സർക്കാർ. ഇന്ത്യ സർക്കാർ കാലങ്ങളായിട്ട് പാലസ്തീൻ്റെ ഒപ്പമാണ്. ഇപ്പോഴും എപ്പോഴും നമ്മൾ പാലസ്തീൻ്റെ ഒപ്പമാണ്. പക്ഷെ ഇസ്രായേലിലെ ഈ ഭീകരാക്രമണം എന്ന രീതിയിൽ നടത്തിയ ആക്രമണത്തെ തെറ്റായിട്ടാണ് കേന്ദ്രത്തിലെ സർക്കാർ ഇതിനെപ്പറ്റി സംസാരിച്ചത്. പക്ഷെ കേരളത്തിൽ LDFും UDFും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് ശ്രമിച്ച് ഹമാസിനെ എന്താ പറയുക, രാഷ്ട്രീയ ആക്രമണമാണ്, അവർ പോരാളികളാണ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചു. സത്യത്തിൽ ഇപ്പൊ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോഴും ഈ ഹമാസിന്റെ ഈ ആക്രമണമാണ് ഇതിന്റെ മുഖ്യ കാരണം എന്ന് ഇവരാരും സമ്മതിക്കുന്നില്ല. ഇസ്രായേൽ ഇങ്ങോട്ട് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവര് ബന്ദികളാക്കി വെച്ചുള്ളവർ ഇപ്പോഴും വിട്ടിട്ടില്ലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സമാധാനം ഉണ്ടാവാൻ ആഗ്രഹിക്കാത്ത ശക്തികൾ, ആ ശക്തികളാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ളത്. ഇത് ലോകം തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ലോകത്തിൽ സമാധാനം ഉണ്ടാവാൻ ആഗ്രഹിക്കുക. ഈ ഇറാനിലെ ഈ ഖൊമൈനി പറഞ്ഞതിന് തന്നെ എന്താ പറഞ്ഞേ, ഇതിൽ ശാന്തമായിട്ട് ഇത് എങ്ങനെയും ഒത്തീർപ്പായി വരട്ടെ എന്നുള്ള അവസ്ഥ നിൽക്കുന്നത്. ആ സമയത്ത് അയാൾ എന്ത് പറയാണ്, ഇസ്രായേൽ തോറ്റു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇറാന് പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ നിൽക്കണത്. ഹിസ്ബുള്ള ഒരുമാതിരി അവസാനിച്ചു, ഹമാസ് ഒരു പരിധി വരെ അവസാനിച്ചു, ഹൂതികളും തീർന്നു, സിറിയൻ ഈ പറഞ്ഞ പോലെ ഒതുങ്ങി, ലെബനനും സൈലന്റായി. അപ്പൊ സത്യത്തില് ഇസ്രായേലിന് എന്താ പറയാ, ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനാണ് മൊത്തത്തിൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. ഗാസയില് മനോരമയുടെ പത്രത്തില് ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ ഗസയിലുള്ള 92% വീടുകളും തകർന്നു, 68% കൃഷിയിടങ്ങൾ തകർന്നു, 80% കെട്ടിടങ്ങൾ തകർന്നു, 50% ആശുപത്രികൾ തകർന്നു. ഏത് അപ്പോ ഈ എന്താ പറയാ, അവിടുത്തെ 46,788 ആള് മരണപ്പെട്ടു, 11,000 ആളെ കാണാനില്ല, 1,10,450 ആൾ പരിക്ക് പറ്റി. ഒരു സെക്കൻഡ് ഓഫ് ചെയ്ത്. ബന്ദികളെ പിടിച്ചു വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. യുദ്ധം ഇസ്രായേലിനോട് അവസാനിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദികളെ പിടിച്ചു വെച്ചിട്ട് ബന്ദികളെ വിട്ടുകൊടുക്കാതെ ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക? അപ്പൊ ആ ഒരു വിഷയത്തെ പറ്റി എന്താ പറയാ, നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും വേണ്ടിയിട്ടാണ്. ഇസ്രായേല് യുദ്ധം ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും. അപ്പൊ അവിടെ പാലസ്തീനിൽ സമാധാനം സ്ഥാപിതമാകണമേ, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നിലനിൽക്കണം, അവരെ പാലസ്തീനും അവിടെ നിലനിൽക്കണം. ഈ എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളും സമാധാനം ശാന്തിയും വരണമെങ്കിൽ പരസ്പരം അംഗീകരിക്കണം. ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ രാജ്യമാണ്, അവിടെ ഏകാധിപത്യ ഭരണാധികാരികളല്ല ഭരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു നയങ്ങളോ തീരുമാനം എടുക്കണമെങ്കിൽ അവിടുത്തെ ജനാധിപത്യ രീതിയിലേ പറ്റുള്ളൂ. ഇത് ഏകാധിപത്യ ഭരണകൂടങ്ങൾ അല്ല അത്. അതുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യമായ ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ നിലനിർത്തുന്ന തരത്തിലുള്ള ഒത്തുതീർപ്പുകളാണെങ്കിലേ ഈ യുദ്ധം അവസാനിക്കുള്ളൂ. അതല്ലാതെ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണം എന്ന നിലവിലുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കില്ല.